ഹായ്, എല്ലാവർക്കും സ്വാഗതം പാറൂസ് ഡ്രീം ലാൻഡിലേക്ക്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് 3 ഓണപ്പാട്ടുകളുമായിട്ടാണ്. നമുക്ക് ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ 3 പാട്ടുകൾ ഞാൻ ചെയ്യുന്ന 3 പാട്ടുകൾ മിക്സ് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം വരുന്നത് മലയാള പെരുമയിലുണരും പൊന്നിൻ തിരുവോണം എന്ന ഒരു സോങ് ആണ്. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിപ്പോ ഈ വീഡിയോയിൽ ഞാൻ ട്യൂട്ടോറിയൽ മാത്രമായിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ ആയിട്ട് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഷോർട്സ് ആയിട്ട് ഓരോ പാട്ടും ഈ 3 പാട്ടുകളും ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആദ്യം ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിരിക്കും വരുന്നത്. അതിനുശേഷം 3 ദിവസങ്ങളിലായിട്ട് ഞാൻ 3 പാട്ടുകളും ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മലയാള പെരുമയിലൊന്നും പൊന്നിൻ തിരുവോണം സോങ്ങിന്റെ ആദ്യം ചെറിയൊരു മ്യൂസിക് പോർഷൻ ഉണ്ട്, ചെറുതായിട്ടൊരു മ്യൂസിക് പോർഷൻ ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നിൽക്കുക, എന്നിട്ട് കൈ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഹിപ്പിൽ വെക്കുക, എന്നിട്ട് ജസ്റ്റ് 1 2 3 ജസ്റ്റ് ഇപ്പൊ ആക്കി കൊടുക്കുക. 1 2 3 4 നമ്മൾ മുന്നിലേക്ക് വരിക, എന്നിട്ട് ജസ്റ്റ് 1 2 3 4 5 6 ഇങ്ങനെ ചെയ്യാം. കാലുകൾ ജസ്റ്റ് ലെഫ്റ്റ് കാല് മുന്നിൽ വയ്ക്കുക, ബാക്കിൽ വയ്ക്കുക, മുന്നിൽ വയ്ക്കുക, ബാക്കിൽ വയ്ക്കുക, ഇങ്ങനെ 3 തവണ ചെയ്യുക. കൈകളും അതുപോലെ തന്നെ ജസ്റ്റ് മുകളിലേക്ക് ഉയർത്തി എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ എടുക്കും പോലെ കാണിക്കുക, എന്നിട്ട് അത് താഴെ ഇടുക. ജസ്റ്റ് ഒന്ന് എടുക്കും പോലെ കാണിക്കുക, താഴെ ഇടുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 1 2 3. അപ്പൊ അതിനുശേഷം നമ്മുടെ ലൈൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് മലയാള പെരുമയിലുണരും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് 2 സ്റ്റെപ്പ് ചെറുതായിട്ടൊന്ന് മുന്നിലേക്ക് വരിക. 1 2 ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരരുത്, ചെറുതായിട്ട് ചരിഞ്ഞ് ഇങ്ങോട്ട് വരിക. അതായത് റൈറ്റ് കാല് ചെറുതായിട്ട് നമ്മുടെ കോർണറിലേക്ക് എടുത്ത് വെക്കുക. അപ്പൊ നമ്മൾ ചെറുതായിട്ട് എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിലേക്ക് ചരിയും. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് കാൽ എടുത്ത് വെക്കുമ്പോൾ ചെറുതായിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക്, ഒരുപാട് ഇങ്ങനെ ചെരിയരുത്, ചെറുതായിട്ട് റൈറ്റ് സൈഡിലേക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ കൈകൾ ആദ്യം റൈറ്റ് ഹാൻഡ് താഴേന്നെടുത്ത് മുകളിൽ പോയി സൈഡിലേക്ക് കൊണ്ടുവരിക, പിന്നെ ലെഫ്റ്റ് ഹാൻഡ് മുകളിൽ പോയി സൈഡിലേക്ക് വരിക. ജസ്റ്റ് മലയാള പെരുമയിലുണരും, പിന്നെന്താണ് പൊന്നിൻ തിരുവോണം, അതെങ്ങനെ കാണിക്കണ്ടേ? ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ പൂവ്, കൈകൾ നന്നായിട്ട് ഇങ്ങനെ വിടർത്തി പിടിക്കുക, 2 കൈ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക, പൂ പിടിക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡ് മുകളിൽ ഇങ്ങനെ കാണിക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്ത് റൈറ്റ് സൈഡിൽ മുകളിൽ ഇങ്ങനെ കാണിക്കുക. മനസ്സിലായോ? കൈ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ പിടിക്കുക. അതുപോലെ തന്നെ നമ്മളെ ബോഡിയും ചെറുതായിട്ട് ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് പോവുക. കൈകൾ മാത്രമല്ല, ബോഡിയും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് പോവുക. ആദ്യം ലെഫ്റ്റ്, പിന്നീട് റൈറ്റ്. ലെഫ്റ്റ് ചെയ്യുമ്പോഴും കയ്യിൽ നോക്കുക, റൈറ്റ് ചെയ്യുമ്പോഴും കയ്യിൽ നോക്കുക. അപ്പൊ മലയാള പെരുമയിലുണരും പൊന്നിൻ തിരുവോണം. പിന്നെന്താണ്, നമ്മൾ 2 പേരായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരാള് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ, കയ്യില് നമ്മുടെ വാമൻ ഉണ്ടല്ലോ, കുട ഇങ്ങനെ പിടിക്കണ പോലെ പിടിക്കുക റൈറ്റ് ഹാൻഡില്. ലെഫ്റ്റ് ഹാൻഡില് നമ്മൾ എന്ത് ചെയ്യുക, മുട്ടിന് മുകളിലായിട്ട് വെക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് ഈ നമ്മുടെ റൈറ്റ് കാലുണ്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉയർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക, അത് വാമനായിട്ട് നിൽക്കുക. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് ഇങ്ങനെ തൊഴുത് പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ തല കുനിച്ചിട്ട് ഇരിക്കുക. 2 പേരായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരാൾ വാമനാവുക, ഒരാള് മഹാബലിയാവുക. ഇനി അതല്ല, നിങ്ങൾ സിംഗിൾ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. മാവേലിക്കുണ്ടല്ലോ കൊട, അപ്പൊ ഇങ്ങനെ പിടിക്കുക, കൊട പിടിക്കണ പോലെ പിടിക്കുക. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് നേരത്തെ പോലെ തന്നെ മുട്ടിന് മുകളിലായിട്ട് പിടിക്കുക, എന്നിട്ട് മുന്നിലേക്ക് നടക്കുക. മാവേലി തമ്പുരാൻ. ജസ്റ്റ് നടക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മള് റൈറ്റിലേക്ക് നോക്കുക, പിന്നെ ലെഫ്റ്റിലേക്ക് നോക്കുക. മാവേലി തമ്പുരാൻ, പിന്നെ എത്തും ഒരു തിരുവോണം. എന്ത് ചെയ്യണം, നമ്മള് ഇങ്ങനെ എടുത്ത് ലെഫ്റ്റ് കൈ ലെഫ്റ്റ് സൈഡില് ഇങ്ങനെ വിടർത്തി പിടിക്കുക. റൈറ്റ് കൈയില് ഞാൻ 2 വിരൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നെഞ്ചിന് നേരെ ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെയാണ് മാവേലി തമ്പുരാൻ എത്തുന്നൊരു തിരുവോണം. കൈ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ചെയ്യുക. നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലേക്ക് നോക്കുക. അതുപോലെ തന്നെ കാലുണ്ടല്ലോ, റൈറ്റ് ഹാൻഡിനോട് ലെഫ്റ്റ് കാൽ ഇങ്ങനെ വിരലുകളിൽ കുത്തിയിട്ട് ഇങ്ങനെ വെക്കാം, കുറച്ച് അടുത്തോട്ട് വെക്കാം, റൈറ്റ് കാലിന്റെ അടുത്തോട്ട്.
ഓക്കെ. അപ്പൊ നമ്മൾ രണ്ടുപേരായിട്ട് ചെയ്യുന്ന നേരത്തെ പറഞ്ഞല്ലോ, രണ്ടുപേരായിട്ട് ചെയ്യുമ്പോൾ ഒരാള് വാമനായിട്ട് നിൽക്കും, മറ്റേ ആള് മഹാബലിയായിട്ട് നിൽക്കും. അപ്പൊ അവരെന്ത് ചെയ്യണം, രണ്ടുപേരും കൂടി ഇതിപ്പിങ്ങനെയാണല്ലോ, മാവേലി തമ്പുരാൻ പിന്നെ എത്തുന്നൊരു തിരുവോണം. അതിനുശേഷം രണ്ടുപേരും കൂടി കൈ പിടിക്കുക. രണ്ടുപേരായിട്ട് ചെയ്യുമ്പോ എത്തുന്നൊരു തിരുവോണം എന്നുള്ള ലൈൻസ് വരുമ്പോ ഇരുന്നാള് എണീക്കുക, എന്നിട്ട് രണ്ടുപേരും കൂടി കയ്യിൽ പിടിച്ചിട്ട് കൈ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നേരത്തെ പോലെ ഇങ്ങനെ വിടർത്തി പിടിക്കുക. എന്നിട്ട് രണ്ടുപേരും പരസ്പരം നോക്കുക. റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആള് ലെഫ്റ്റ് കൈ കൊണ്ട് പിടിക്കുക, റൈറ്റ് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ചെയ്യുക. നമ്മൾ കയ്യിലേക്കല്ല നോക്കേണ്ടത്, നമ്മള് ലെഫ്റ്റിൽ നിൽക്കുന്ന ആളെയാണ് നോക്കേണ്ടത്. ഇനി ലെഫ്റ്റിൽ നിൽക്കുന്ന ആൾ എന്ത് ചെയ്യണം, നമ്മൾ റൈറ്റിൽ നിൽക്കുന്ന ആളെ പിടിക്കുക, എന്നിട്ട് ലെഫ്റ്റ് കൈ കൊണ്ട് സെയിം ലെഫ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ. ആണ് മാവേലി തമ്പുരാൻ എത്തുന്നൊരു തിരുവോണം. അടുത്ത ലൈൻ വരുന്നത് പുലികളിയും പൂവിലും. പുലികളി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആക്കുക, പുലി രണ്ട് കൈയിലും ഇങ്ങനെ ആക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. പുലികളിയും പൂവിളിയും. നെക്സ്റ്റ് 1 2 കൈ ഇങ്ങനെ തന്നെ പിടിക്കുക. ജസ്റ്റ് കാല് 1 പിന്നെ 2 ഇങ്ങനെ നമ്മൾ കാലുകളും ബോഡിയും ഒന്ന് മൂവ് ചെയ്യിച്ചു കൊടുക്കുക. പൂവിളിയും പിന്നെ പൊന്നൂഞ്ഞാൽ പാട്ടുകളും. അതെങ്ങനെയാണ്, രണ്ട് കൈയിലും ഇങ്ങനെ മുദ്രയൊന്നും പിടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ട് സ്റ്റെപ്പ് മുന്നിലേക്ക് ഇട്ടേക്കുക. 1 2 3 4 5 രണ്ട് സ്റ്റെപ്പ് മുന്നിലേക്ക് വരിക. എന്നിട്ട് കാല് ജസ്റ്റ് ഉയർത്തി കൊടുക്കുക. 1 2 3 ഏത് കാലാണ് ഉയർത്താൻ പറ്റുന്നത് ആ കാല് ഉയർത്താം. ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ഉയർത്താം, റൈറ്റ് ആണെങ്കിൽ റൈറ്റ് ഉയർത്താം. ഉയർത്തുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് ഉയർത്തരുത്, കാല് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് ഉയർത്താം. ഓക്കെ, നീട്ടിയിട്ട് ഉയർത്തരുത്, ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് ഉയർത്താം. ഓക്കെ, എങ്ങനെയാണ് 1 2 3 4 5 പിന്നെ ബാക്കിലേക്ക് നടക്കുക. നമ്മള് മുന്നിലേക്ക് വരുമ്പോ ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് നോക്കണം. ഊഞ്ഞാലിൽ ആടുകയാണല്ലോ, അപ്പൊ മുകളിലേക്ക് ഒന്ന് നോക്കുക. പിന്നെ പിന്നിലേക്ക് വരുമ്പോ താഴേക്ക് നോക്കുക. ഓക്കെ, പൊന്നൂഞ്ഞാൽ പാട്ടുകളും. പിന്നെ എന്താണ്, അത്തപ്പൂവിൻ ചമയം ചേരും. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഡ്രസ്സിൽ പിടിക്കുക, രണ്ട് കൈ കൊണ്ട് ഡ്രസ്സിൽ പിടിക്കുക. എന്നിട്ട് 1 2 3 4 ആദ്യം റൈറ്റ് കാലെടുത്ത് ചെറുതായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വയ്ക്കുക, പിന്നെ ലെഫ്റ്റ് കാലെടുത്ത് റൈറ്റ് സൈഡിൽ, അങ്ങനെ 1 2 3 4 ചെയ്യുക. കൈകൾ ഇങ്ങനെ ചെയ്താൽ മതി. അത്തപ്പൂവിൻ ചമയം ചേരും ചിങ്ങത്തിരുവോണം. അത് എന്ത് ചെയ്യണം, നമ്മൾ രണ്ടുപേരായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ റൈറ്റിൽ നിൽക്കുന്ന ആള് ലെഫ്റ്റ് സൈഡിലേക്ക് ഇറങ്ങി പോവാ, ലെഫ്റ്റിൽ നിൽക്കുന്ന ആള് റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങി വരിക. എങ്ങനെയാണ്, ഇങ്ങനെ വരും. ലെഫ്റ്റിൽ നിൽക്കുന്ന ആളാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കറങ്ങി പോവുക. ഓക്കെ, എന്നിട്ട് അവിടുന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ചിങ്ങത്തിരുവോണം ഈ രണ്ടുപേരും കൈ പിടിക്കുക. അത് നേരത്തെ ചെയ്ത പോലെ ചെയ്യുക. ഈ ചിങ്ങത്തിരുവോണം ഇങ്ങനെയാണ്. അത്തപ്പൂവിൻ ചമയം ചേരും ചിങ്ങത്തിരുവോണം ഈ ചിങ്ങത്തിരുവോണം. ഇങ്ങനെയാണ് വരിക. രണ്ട് പേര് ചേർന്ന് കളിക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ സിംഗിൾ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് അതുപോലെ തന്നെ അത്തപ്പൂവിൻ ചമയം ചേരും പിന്നെ ചിങ്ങത്തിരുവോണം. അതായത് നമ്മൾ നേരത്തെ രണ്ടുപേരുണ്ടാവുമ്പോൾ സൈഡിലേക്കാണ് കറങ്ങിയിട്ട് പോയത്. സിംഗിൾ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മുന്നിലേക്ക് കറങ്ങുക. ഓക്കെ, ജസ്റ്റ് മുന്നിലേക്ക് കറങ്ങുക. എന്നിട്ട് നേരത്തെ ചെയ്തില്ല അതുപോലെ തന്നെ ഈ ചിങ്ങത്തിരുവോണം ആ സെയിം സ്റ്റെപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ സോങ് ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാം. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂ എന്നുള്ള പാട്ടില്ലേ, അതിന്റെ നമ്മൾ ഫസ്റ്റ് പോർഷൻ മുതലല്ല തുടങ്ങുന്നത്. അതിന്റെ ആ ഒരു മിഡിൽ പോർഷൻ ഉണ്ടല്ലോ, പൂവിളിയെ വരവേൽക്കും ചിങ്ങനിലാവിൻ വൃന്ദാവനിൽ, ആ ഒരു പോർഷൻ തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ ആ ഒരു പാട്ടിന്റെ ഫസ്റ്റ് പാട്ടുണ്ടല്ലോ, അതായത് ആ ഒരു പാട്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിന് ജസ്റ്റ് എന്നുള്ള ആ ഒരു ഭാഗം എടുക്കുക, എന്നിട്ട് അതിന്റെ കൂടെ തന്നെ പൂവിളിയെ വരവേൽക്കും എന്നുള്ള
പാർട്ട് മുതൽ തുടങ്ങാം. ഞാൻ ഇതിന്റെ പറഞ്ഞല്ലോ, ഞാൻ ഇതിന്റെ ഷോർട്ട് വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് മുതലാണ് തുടങ്ങേണ്ടതെന്ന്. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 പേരായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കുക, 2 പേരും കൈ പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് 1 2 3 4 ചെയ്യാം. കാലുകള് എന്ത് ചെയ്യണം? 1, ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. 1 2 3 4 5 6 7 8. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അങ്ങനെ ചെയ്യാം. 1 2 3 4 ചെയ്യുക. അതിനുശേഷം 2 പേരും കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങാം. 2 തവണ കറങ്ങുക. എന്നിട്ട് നമ്മൾ എവിടെയാണ് ഉള്ളത് ആ ഒരു സെയിം സ്ഥലത്ത് വന്ന് നിൽക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ സിംഗിൾ ആയിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. ജസ്റ്റ് നേരത്തെ നമ്മൾ ചെയ്തില്ലേ, ഇത് ചെയ്യുമ്പോൾ ചെയ്തില്ലേ, ആ സെയിം ലെഗ് തന്നെ ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. ഡ്രസ് പിടിക്കുക. ജസ്റ്റ് 1 2 3 4. അപ്പൊ ജസ്റ്റ് 1 2 3 4 ഇങ്ങനെ എടുത്ത് വെക്കരുത്. അതിനൊരു ഗ്രേസ് കൊടുത്തുകൊണ്ട് ചെയ്യാം. ലെഫ്റ്റ് കാല് മുന്നിലേക്ക് എടുത്ത് വെക്കുമ്പോൾ നമ്മുടെ ഈ റൈറ്റ് കാലുണ്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ടാവും. ജസ്റ്റ് 1 2 3 4 ഇങ്ങനെ ചെയ്യുക. അതായത് നമ്മൾ ഇങ്ങനെ മാത്രം ചെയ്യാതെ ഈ നമ്മുടെ ഈ റൈറ്റ് കാലുണ്ടല്ലോ അത് കൂടി യൂസ് ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യണം? 1 2 3 1 2 3 ഇങ്ങനെ ചെയ്യാം. ഇതും കൂടി യൂസ് ചെയ്തും ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് പൂവിളിയെ വരവേൽക്കും ചിങ്ങനിലാവിൻ വൃന്ദാവനിയിൽ. അതിനെന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് കൈകള് ഇങ്ങനെ ചെയ്യാം. പൂവിളിയെ വരവേൽക്കും ചിങ്ങനിലാവിൻ വൃന്ദാവനിയിൽ. കൈകള് ആദ്യം റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുക, മുകളിൽ കൊണ്ടുവരിക, സൈഡിലേക്ക് വരിക. പിന്നീട് ലെഫ്റ്റ് കൈ എടുക്കുക, റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് മുകളിൽ കൊണ്ടുവരിക, പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അത്രയേ ഉള്ളൂ. അപ്പൊ കാല് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് വിരലുകളില് 1 2 3 1 2 3 അങ്ങോട്ട് 1 2 3 പറഞ്ഞിട്ട് പോവുക. പിന്നെ ഇങ്ങോട്ട് 1 2 3 പറഞ്ഞിട്ട് വരിക. വിരലുകളിൽ പോവുക. ഓക്കെ, വിരലുകളിൽ അങ്ങോട്ട് പോവുക, വിരലുകളിൽ ഇങ്ങോട്ട് വരിക. അപ്പൊ എങ്ങനെയാണ്? നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കൈകളിലേക്ക് തന്നെ നോക്കണം. കൈ എങ്ങോട്ടാണോ പോകുന്നത് ആ രീതിയിലേക്ക് തന്നെ നോക്കുക. എന്നാൽ ഈ ഒരു സ്റ്റെപ്പിന് ഭംഗി കിട്ടും. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. വളരെ ചെറിയ രീതിയിൽ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും ബെൻഡ് ഒന്നും ചെയ്യണ്ട കേട്ടോ. പൂവിളിയെ വരവേൽക്കും ചിങ്ങനിലാവിൻ വൃന്ദാവനി. പിന്നെ തിരുവോണമേ വരുകില്ലേ നീ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം 2 സ്റ്റെപ്പ് മുന്നിലേക്ക് പോവാ, അപ്പം 2 സ്റ്റെപ്പ് ബാക്കിലേക്ക് വരിക. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിളിക്കും പോലെ കാണിക്കുക. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ വിളിക്കുക. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുമ്പോ ലെഫ്റ്റ് കൈ മുന്നിലും റൈറ്റ് കൈ ബാക്കിലായിട്ട് വെക്കുക. ലെഫ്റ്റ് കാലെടുത്ത് മുന്നിൽ വെക്കുക. 1 ചെറിയൊരു ജമ്പ് പോലെ, അതായത് ഇങ്ങനെ നടക്കുകയല്ല വേണ്ടത്, ചെറുതായിട്ട് ഒരു ജമ്പ് പോലെ ചെയ്യാം. 1 പിന്നീട് എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ ചെയ്യാം. 2 അപ്പോ ലെഫ്റ്റ് സൈഡ് ചെയ്ത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് ചെയ്യുമ്പോൾ റൈറ്റ് കാല് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് എടുത്തു വെക്കുക. ജസ്റ്റ് ഇങ്ങനെ ചെയ്യാതെ ചെറിയൊരു ജമ്പ് കൊടുക്കുക, ചെറിയൊരു ജമ്പ് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിലേക്ക് തിരിച്ചു വരിക. 1 2 അപ്പൊ ബാക്കിലേക്ക് മുന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം ലെഫ്റ്റ് കാല്, പിന്നെ റൈറ്റ് കാല്, പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം റൈറ്റ് കാലെടുത്ത് ബാക്കിലേക്ക്, പിന്നെ ലെഫ്റ്റ് കാലെടുത്ത് ബാക്കിലേക്ക്. ഓക്കെ, അതിന്റെ കൈ വരുന്നത് ആദ്യം ലെഫ്റ്റ് കാണിക്കുക, പിന്നെ റൈറ്റ് കാണിക്കുക. റൈറ്റ് കാണിക്കുമ്പോൾ റൈറ്റ് കൈ മുന്നില്, പിന്നെ തിരിച്ചു വരുമ്പോൾ അതായത് നമ്മൾ പിന്നെ റൈറ്റ് കാലെടുത്ത് ബാക്കിൽ വെക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് കൈയാണ് മുന്നിലേക്ക് വെക്കേണ്ടത്. പിന്നെ ലെഫ്റ്റ് കാല് ബാക്കിൽ വെക്കുമ്പോൾ റൈറ്റ് കൈ, അതായത് നമ്മൾ ഏത് കാലാണോ മുന്നിലുള്ളത് ആ കൈയാണ് വെക്കേണ്ടത്. അത് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ലെഫ്റ്റ് കാല് മുന്നില്, പിന്നെ റൈറ്റ് കാല് മുന്നില്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോൾ റൈറ്റ് കാലെടുത്ത് ബാക്കിൽ വെക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് കാലാണ് മുമ്പില്. അപ്പൊ ലെഫ്റ്റ് സൈഡിലേക്കാണ് ചെയ്യേണ്ടത്, പിന്നീട് റൈറ്റ് സൈഡിലേക്ക്. മനസ്സിലായില്ലേ? അത്രയും വലിയ ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്സുകളൊന്നല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സുകളാണ്. അപ്പൊ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 തവണ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു പോർഷൻ മാത്രം 2 തവണ കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, അതിനുശേഷം വരുന്ന സ്റ്റെപ്പാണ് തിരുവോണ സദ്യ ഒരുക്കാൻ മാറ്റേറും കോടിയെടുത്ത് തുണ്ടിപ്പെണ്ണേ
അണയില്ലേ നീ. അപ്പൊ അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം റൈറ്റ് സൈഡ് ചെയ്യാം. റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് കാലെടുത്ത് റൈറ്റ് സൈഡിൽ വെക്കുക. ജസ്റ്റ് ഈ ഹിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക. അതായത് എന്താ പറയാ, ഹിപ്പ് പെട്ടെന്ന് കറങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ വെക്കുന്ന ലെഫ്റ്റ് കാലുണ്ടല്ലോ അത് വിരലുകളിൽ വെച്ചാൽ മതി. ഇങ്ങനെ അമർത്തി വെക്കേണ്ട നിലത്ത്. ഹിപ്പ് ഇങ്ങനെ ഒന്ന് കറങ്ങിക്കോളും. അപ്പൊ എന്ത് ചെയ്യണം, അപ്പോ 1 2 3 1 2 അല്ല സ്റ്റെപ്പ് 1 ചെയ്തു. പിന്നീട് നമ്മുടെ റൈറ്റ് കാലുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ചവിട്ടണം. എന്നിട്ട് ലെഫ്റ്റ് കാലെടുത്ത് ബാക്കിൽ വയ്ക്കുക. അതിനുശേഷം ലെഫ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് കാലെടുത്ത് ലെഫ്റ്റ് സൈഡിൽ വയ്ക്കുക. ചെറുതായിട്ടൊന്ന് ഹിപ്പ് കറക്കി കൊടുക്കുക. എന്നിട്ട് ലെഫ്റ്റ് കാലൊന്ന് ചവിട്ടുക. എന്നിട്ട് തിരിച്ചു വരിക. തിരുവോണ സദ്യ ഒരുക്കാൻ മാറ്റേറും കോടിയുടുത്ത്. പിന്നെ നമ്മൾ സെയിം സ്റ്റെപ്പ് മുന്നിലേക്ക് ചെയ്യാം. മുന്നിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് കാലെടുത്ത് മുന്നിലേക്ക് വയ്ക്കുക. തുമ്പി പെണ്ണേ അണയില്ലേ നീ. അതുപോലെ തന്നെ നമ്മൾ ഹിപ്പ് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കുക. 1 2 3 4 ഇങ്ങനെ ചെയ്യണം. അല്ലാതെ പ്ലെയിൻ ആയിട്ട് 1 2 3 4 ചെയ്യരുത്. ഹിപ്പ് ചെയ്യുക. ആദ്യം താഴേക്ക് നോക്കുക, പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുക, പിന്നെ താഴേക്ക് നോക്കുക, ഫ്രണ്ടിലേക്ക് നോക്കുക. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന മുല്ലേ നീ. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം, ജസ്റ്റ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ചൂണ്ടുക. റൈറ്റ് കൈ വെച്ച് ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചൂണ്ടുക. ലെഫ്റ്റ് കാലെടുത്ത് ഇങ്ങനെ ഒന്ന് വെക്കുക. ലെഫ്റ്റ് കാലെടുത്ത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക. എല്ലാം വേണ്ടത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്തുകൊണ്ട് വെക്കുക. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന മുല്ലേ നീ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാലുകൾ തിരിച്ചു കൊണ്ടുവരിക. കൈകള് നമ്മുടെ താടിയുടെ താഴെയായിട്ട് ഇങ്ങനെ വെക്കാം. നിൽക്കുന്ന മുല്ലേ നീ. പിന്നെ എന്ത് ചെയ്യണം, അത് നമ്മൾ ചെറുതായിട്ട് റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞിക്കുക. ഒരുപാട് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കരുത്, ചെറുതായിട്ട് ചെരിയുക. എന്നിട്ട് 1 2 ലെഫ്റ്റ് കൈയും റൈറ്റ് കൈയും ഇങ്ങനെ ചെയ്ത് മുകളിൽ കൊണ്ടുവരിക. ഓക്കെ, 1 2. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കാലുകള് 1 2 ലെഫ്റ്റ് കാല് താഴെ ഉണ്ടാവുമ്പോൾ റൈറ്റ് കാല് മുകളിൽ ഉണ്ടാവും, റൈറ്റ് കാല് മുകളിൽ ഉണ്ടാവുമ്പോൾ ലെഫ്റ്റ് കാല് താഴെ ഉണ്ടാവും. ചെറുതായിട്ട് 1 2 ഇങ്ങനെ ചെയ്യാം. അപ്പൊ 1 2 പിന്നെ സെയിം സ്റ്റെപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് സെയിം സ്റ്റെപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് 1 2 3 4. ചെറുതായിട്ട് ചെരിയ, ഒരുപാട് ചെരിഞ്ഞു കൊടുക്കരുത്. ഓക്കെ, പിന്നെ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓണപ്പാട്ടും താളം തുള്ളും തുമ്പപ്പൂവേ. അതിനെന്താ ചെയ്യണ്ടേ, രണ്ട് കൈകളും ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ. ജസ്റ്റ് 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം, 1 2 3 4 3യും 4ഉം നമ്മള് റൈറ്റ് കൈയിലും റൈറ്റ് കാലിലായിട്ട് ചെയ്യാം. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യണം, 5 6 7 8 7 8 നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റിൽ ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് 1 2 3 4 5 6 7 8. അപ്പൊ കാലുകൾ എങ്ങനെ വരുന്നത്, നമ്മളുണ്ടല്ലോ മടമ്പാണ് മുന്നിൽ വെക്കേണ്ടത്. നമ്മുടെ കാലിന്റെ മടമ്പ് ജസ്റ്റ് മുന്നിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കുക. ആദ്യം റൈറ്റ് കാല് എടുത്ത് വെക്കുക, ലെഫ്റ്റ് കാല്, റൈറ്റ് കാല് ലെഫ്റ്റ് കാല്, ഇങ്ങനെ ഇങ്ങനെ മാറി മാറി ചെയ്യുക. കൈകൾ ജസ്റ്റ് ഇങ്ങനെ മടക്കി പിടിക്കുക. റൈറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് കൈ, ലെഫ്റ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് കൈ, ഇങ്ങനെ ചെയ്യാം. ഓണപ്പാട്ടും താളം തുള്ളും തുമ്പപ്പൂവേ. പിന്നെ എന്ത് ചെയ്യണം, നിന്നെ തഴുകാന കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. അപ്പൊ അതെന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് 1 2 3 4 കൈകള് ഇങ്ങനെ ചെയ്യാം. ആദ്യം നമ്മൾ റൈറ്റിൽ ചെയ്യാം, പിന്നെ നമ്മൾ ലെഫ്റ്റിൽ ചെയ്യാം. റൈറ്റിന്ന് ലെഫ്റ്റിലേക്ക് കൈ കൊണ്ടുവരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കുക. ലെഫ്റ്റിലേക്ക് 1 2 ചെയ്യാം, പിന്നീട് റൈറ്റിലേക്ക് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം, കൈകള് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊണ്ടുവരിക. 1 2 3 4 തഴുകാനെ കൊടുക്കാറ്റ് കുഞ്ഞിക്കൈകൾ. രണ്ട് കൈകളും താടിയുടെ താഴെ വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് അനക്കി കൊടുക്കുക. ഹിപ്പും നന്നായിട്ട് അനക്കണം. ഓക്കെ, കുഞ്ഞിക്കൈകൾ. പിന്നെ വരുന്നത്
ഓണവില്ലൂഞ്ഞാലാടും. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ഓണവില്ലൂഞ്ഞാലാടും. നമ്മൾ നേരത്തെ ചെയ്തില്ലേ? സെയിം സ്റ്റെപ്പ് തന്നെ. 1 2 1 2 1 2 ചെയ്യാ. കൈകള് 1 2 1 2 സ്പീഡ് ചെയ്യാ. ഓണവില്ലൂഞ്ഞാലാടും. പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാതെ. പിന്നെന്താണ്? കിളിയെ കാണിക്കുക. റൈറ്റ് ഹാൻഡില് ഇങ്ങനെ പിടിക്കുക, ലെഫ്റ്റ് ഹാൻഡ് മുട്ടിന് താഴേക്ക് പിടിക്കുക, ഇങ്ങനെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡിൽ ഇങ്ങനെ പിടിക്കുക, റൈറ്റ് ഹാൻഡ് താഴെ പിടിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 1 പിന്നെ 2 ചെറിയൊരു ജമ്പ് കൊടുക്കണം. അവിടെ അല്ലാതെ വെറുതെ 1 2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അലസമായിട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, കൈയുടെ മൂവ്മെന്റ് കൂടെ തന്നെ ഹിപ്പിന്റെ മൂവ്മെന്റ് കൊടുക്കണം. എന്നാലേ ആ സ്റ്റെപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരും ആ ലൈനിൽ. ഓക്കെ, കിളിയെ നിന്നെ പുൽകാന കുളിരൂറും മാരിക്കാറും. അപ്പൊ നിന്നെ പുൽകാന അപ്പൊ എന്ത് ചെയ്യണം? അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ചെറിയൊരു ജമ്പ് ലെഫ്റ്റിലേക്ക് കാലെടുത്ത് വെക്കുക. 1 2 ചെറിയൊരു ജമ്പ്. എന്നിട്ട് കൈ ഇങ്ങനെ ചെയ്യാം. കൈ ഇങ്ങനെ പോയിട്ട് പിടിക്കല്ല, ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. കൈ ഇങ്ങനെ പൂട്ടി പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ആദ്യം ലെഫ്റ്റില്, പിന്നെന്ത് ചെയ്യാ? റൈറ്റില് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ റൈറ്റ് കാലെടുത്ത് വെക്കുക, പിന്നെ ലെഫ്റ്റ് കാലെടുത്ത് വെക്കുക. അതിനുശേഷം മാരിക്കാരും സെയിം സ്റ്റെപ്പ് ഇല്ലേ, അത് ചെയ്യുക. കൈകള് ഇങ്ങനെ ചെയ്യുക. നമ്മൾ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒന്ന് കൈകളിലേക്ക് നോക്കുക, പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പാട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പാട്ട് നോക്കാം. നെക്സ്റ്റ് പാട്ട് കുട്ടനാടൻ പുഞ്ചയിലേതോ എന്നുള്ള പാട്ടാണ്. അതിന്റെ മുന്നിൽ ചെറിയൊരു മ്യൂസിക് പോർഷൻ എടുത്തിട്ടുണ്ട് നമ്മള്. അപ്പൊ അത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നമ്മള് എന്താ പറയാ, വീഡിയോ ആയിട്ട് ഈ ഒരു 3 പാട്ടും കണ്ടിന്യൂ ചെയ്ത് കളിക്കുകയാണെങ്കിൽ നമ്മള് ലാസ്റ്റ് പാട്ട് നമ്മൾ ഇവിടെയല്ലേ നിർത്തിയത്? മാരിക്കാരും. അപ്പൊ അതിന് വരുമ്പോൾ നമ്മൾ ഈ ഒരു പോസിൽ തന്നെ നിന്നിട്ട് ഇത് ചെയ്താൽ മതി. 2 പേരായിട്ടാണ് കളിക്കുന്നതെങ്കിലും സെയിം രീതിയിൽ ചെയ്യാം. എന്താണ്? തിത്തിത്താര. ജസ്റ്റ് ഇങ്ങനെ നോക്കുക. തിത്തിത്താര എന്താ പറയാ, സൈഡിൽ നിൽക്കുന്ന ആളെ നോക്കിക്കൊണ്ട് ചെയ്യാം സ്റ്റെപ്പ്. ഓക്കെ, 2 പേരായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഇനി അല്ല സിംഗിൾ ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് ആരെയും നോക്കൊന്നും വേണ്ട. ജസ്റ്റ് നമ്മള് ഇങ്ങനെ കാലുകള് വിരലുകൾ വയ്ക്കുക. അപ്പൊ ഹിപ്പ് നന്നായിട്ട് അനങ്ങും. കൈകൾ രണ്ടും ഡ്രസ്സിൽ പിടിക്കുക. ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക. 1 2 3 പിന്നെ 4 5. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചെരിയ. ഇങ്ങനെ ചെറിയത് ചെറുതായിട്ടൊന്ന് ചെരിയ. ഷോൾഡർ ഒന്ന് ചെരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക. മുകളിലേക്കല്ല, ബാക്കിലും മുന്നിലുമായിട്ട് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കുക. അതിനുശേഷം റൈറ്റിലും ഇങ്ങനെ ചെയ്യാം. കാലുകള് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക 2 സൈഡിലേക്കും പോകുമ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുക. 2 കൈയില് ഇങ്ങനെ പിടിക്കുക. കൈകൾ നന്നായിട്ട്, ബാക്കിയുള്ള വിരലുകൾ നന്നായിട്ട് ഉയർത്തി പിടിക്കുക. നെഞ്ചിന് നേരെ ഇങ്ങനെ വരിക. എന്നിട്ട് ജസ്റ്റ് 1 2. എന്താണ്? കുട്ടനാടൻ പുഞ്ചയിലെ. കൈകള് ജസ്റ്റ് ഇങ്ങനെ വിടർത്തി കൊടുക്കുക മാത്രം ചെയ്യാം. ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ വെച്ച കൈ ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുക്കുക. ഓക്കെ, കാലുകള് ഈ മടമ്പ് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക്, സൈഡിലേക്കല്ല, ജസ്റ്റ് ഫ്രണ്ടിലേക്ക് വെക്കുക. സെന്ററിൽ ചെയ്യാം. എന്നിട്ട് 1 2 3 4 ജസ്റ്റ് ഒന്ന് ഇരുന്ന് കൊടുക്കുക. 2 നമ്മളൊന്ന് ഇരുന്ന് കൊടുക്കുക. ഇങ്ങനെയാണ് കുട്ടനാടൻ പുഞ്ചയിലെ അങ്ങനെ ചെയ്യാം. പിന്നെന്താണ്? ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഹിപ്പ് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കറക്കിക്കൊണ്ട് ചെയ്യാം. പറഞ്ഞിട്ട് ഹിപ്പ് ചെറുതായിട്ട് കറക്കിക്കൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഹിപ്പ് കറക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് 1 2 3 ഇങ്ങനെ ചെയ്താൽ മതി. 1 2 3 ഹിപ്പ് ഇങ്ങനെ അനക്കി കൊടുക്കുക. പിന്നെ വീണ്ടും കൊച്ചു പെണ്ണി കുയിലാളെ. സെയിം സ്റ്റെപ്പ് ചെയ്യാം. കൊച്ചു പെണ്ണി കുയിലാളെ. പിന്നെന്താണ്? അതിനെന്ത് ചെയ്യണം? നമ്മള് കൈ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക. ഹിപ്പിന്റെ അടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുക. നമ്മുടെ ലെഫ്റ്റ് കാല് ജസ്റ്റ് 1 2 ഇങ്ങനെ ചെയ്യാം. 1 2 പിന്നെ 3 4. നമ്മുടെ ഹിപ്പ് അനക്കി കൊടുക്കുക. 2 കൈകൾ ഇങ്ങനെ 3 4 1 2 3 4.
കിട്ടിത്താരാ തേതേ. പിന്നെന്ത് വേണം? കൊട്ടു വേണം, കൂവൽ വേണം, കൂരവ വേണം. എങ്ങനെയാണ്? കൊട്ട് രണ്ട് കൈ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇരുന്ന് കൊടുക്കുക. എന്നിട്ട് 1 2 കൊട്ട് വേണം, കുഴൽ വേണം. കുഴൽ നമ്മൾ എങ്ങനെ പിടിക്കണം? രണ്ട് കൈകളും ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് റൈറ്റ് മുന്നിലും ലെഫ്റ്റ് ഹാൻഡ് പിന്നിലായിട്ട് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കാം. ജസ്റ്റ് കൈ മാത്രം ഒന്നിങ്ങനെ അനക്കി കൊടുക്കുക. പിന്നെ കുരവ വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കൈ അനക്കുന്നതിന് കൈ രണ്ടും ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് കൈ അനക്കുന്നത് പോലെ തന്നെ നമ്മൾ ജസ്റ്റ് റൈറ്റ് കാലെടുത്ത് മുന്നിൽ വെക്കുക, പിന്നെ ബാക്കിൽ വെക്കുക. റൈറ്റ് കാലെടുത്ത് മുന്നിൽ വെക്കുന്നത് ജസ്റ്റ് 1 2 അല്ല, ബോഡി കൂടി മൂവ് ചെയ്യിക്കുക. 1 2 ഇങ്ങനെ ചെയ്യാം. ഓക്കെ, എന്താണ്? കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. പിന്നെ വീണ്ടും സെയിം ലൈനാണ്. കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. പിന്നെ വരുന്നത് അപ്പോ ആ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കാല് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉയർത്തി വെച്ചോളൂ. അപ്പോ എന്താ പറയാ, ഹിപ്പ് നല്ല രീതിയിൽ നമുക്ക് അനക്കാൻ പറ്റും. അതുപോലെ തന്നെ കൈ ജസ്റ്റ് 1 2 3 4 സ്പീഡിലാണ് ചെയ്യേണ്ടത്. 1 2 ആദ്യം താഴെ മുകളിൽ, താഴെ മുകളിൽ. ഓക്കെ, അതിനുശേഷം നമ്മൾ റൈറ്റ് ചെയ്യുക. റൈറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് കാൽ ചെറുതായിട്ടൊന്ന് ഉയർത്തി വെക്കുക. അപ്പൊ ഹിപ്പ് നന്നായിട്ട് അനങ്ങും. അപ്പൊ 1 2 3 4. പിന്നീട് വീണ്ടും ഇങ്ങനെയല്ല, ഷോൾഡർ ചെറുതായിട്ട് ഇങ്ങനെ അനക്കി കൊടുക്കുക. ആ മ്യൂസിക്കിന് കണക്കായിട്ട് ഒന്നിങ്ങനെ അനക്കി കൊടുക്കുക. തിത്തിത്താര തിത്തിത്തേ തിത്തേ ഇതകതീതോ. രണ്ട് കൈയിലും ഇങ്ങനെ പിടിക്കുക. തിത്തിത്താര തിത്തിത്തേ തിത്തേ ഇതകതീതോ. അത് നമ്മൾ താഴേക്ക് നോക്കുക, പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുക, താഴേക്ക് നോക്കുക, പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുക. ഷോൾഡർ അനക്കി കൊടുക്കുക ആ താളത്തിനനുസരിച്ച്. ഓക്കെ, പിന്നെ വീണ്ടും തിത്തിത്താര തിത്തിത്തേ തിത്തേ ഇതകതീതോ. അപ്പൊ അതെന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് മുന്നിലേക്ക് ചെയ്യാം. 1 2 3 4. ചെറിയൊരു ജമ്പ്. 1 പിന്നെ 2 2 പറയുമ്പോൾ എന്ത് ചെയ്യുക? റൈറ്റ് കാൽ താഴേക്കും ലെഫ്റ്റ് കാൽ ഉയർത്തും. പിന്നെ 3 നമ്മൾ ലെഫ്റ്റ് കാല് ബാക്കിൽ വെക്കും. അപ്പൊ റൈറ്റ് കാല് ഉയർത്തും, എന്നിട്ട് റൈറ്റ് കാല് താഴ്ത്തി വെക്കുക, വീണ്ടും ലെഫ്റ്റ് കാൽ എടുത്ത് മുന്നിൽ വെക്കുക. സെയിം സ്റ്റെപ്പ് ആവർത്തിക്കുക. എങ്ങനെയാണ്? 1 2 3 4 5 6 ഇങ്ങനെ വരും. ലെഫ്റ്റ് കാൽ എടുത്ത് വെക്കുമ്പോൾ റൈറ്റ് കൈ മുന്നിൽ കൊണ്ടുവരിക, പിന്നീട് ലെഫ്റ്റ് കാല് ബാക്കിൽ വെക്കുമ്പോൾ ലെഫ്റ്റ് കൈ മുന്നിലേക്ക് കൊണ്ടുവരിക, പിന്നീട് വീണ്ടും ലെഫ്റ്റ് കാല് മുന്നിൽ വെക്കുമ്പോൾ റൈറ്റ് കൈ, ലെഫ്റ്റ് കാല് ബാക്കിൽ വെക്കുമ്പോൾ ലെഫ്റ്റ് കൈ. 1 2 3 4 ഇങ്ങനെയാണ് വരിക. തിത്തിത്താര തിത്തിത്തേ തിത്തേ ഇതകതീതോ. പിന്നെ വീണ്ടും സെയിം സ്റ്റെപ്പ് ചെയ്യുക. ഇതല്ലേ നമ്മുടെ സിഗ്നേച്ചർ സ്റ്റെപ്പ് തിത്തിത്താരയ്ക്ക്. അപ്പൊ അത് തന്നെ ചെയ്യാം. തിത്തിത്താര തിത്തിത്തേ തിത്തേ ഇതകതീതോ. രണ്ടാളായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ റൈറ്റിൽ നിൽക്കുന്ന ആള് റൈറ്റ് സൈഡിൽ ചെരിഞ്ഞ് നിൽക്കുക, ലെഫ്റ്റിൽ നിൽക്കുന്ന ആള് ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് തിത്തിത്താര തിത്തിത്തേ തിത്തേ ഇതകതീതോ. രണ്ടുപേരും ഷോൾഡർ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ലാസ്റ്റ് തട്ടി കൊടുക്കുക. തിത്തേ ഇതകതീതോ. ഓക്കെ, ഇങ്ങനെയാണ് തിത്തിത്താര തിത്തിത്തേ തിത്തേ ഇതകതീതോ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കുക. എന്നിട്ട് ഫ്രണ്ടിൽ നോക്കിയിട്ട് സ്മൈൽ ചെയ്ത് കൊടുക്കുക. രണ്ടുപേരായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ. ഇനി സിംഗിൾ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് വേണ്ട, ഇങ്ങനെ തട്ടുന്ന സ്റ്റെപ്പ് വേണ്ട. ജസ്റ്റ് തിത്തിത്താര തിത്തിത്തേ തിത്തേ ഇതകതീതോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു പോസ് കൊടുക്കുക ചിരിച്ചുകൊണ്ട്. അത്രേ ഉള്ളൂ. എന്താ പറയാ, 3 സോങ്ങുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ 3 സോങ്ങിന്റെയും ഷോർട്ട് വീഡിയോ ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീഡിയോയുടെ കാണാം. ബൈ.